3 വർഷം മാത്രം പഴക്കമുള്ളൊരു ടീം. അത് LSG. 2022 ഇവർ ആദ്യമായിട്ട് IPL കളിക്കുന്നത്. അന്ന് 3-ാം സ്ഥാനക്കാരായി പോയി. എന്നാൽ 2023 3-ാം സ്ഥാനക്കാരായി പോയി. എന്നാൽ 2024 നോക്കുമ്പോൾ 7-ാം സ്ഥാനക്കാരായിട്ടാണ് അവർ ടൂർണമെൻറ്റിൽ നിന്ന് പുറത്താകുന്നത്. ടീമിനെ സംബന്ധിച്ചിടത്തോളം ഏത് ടീമിനെ എതിരെയും കിടപിടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് LSG. അതുപോലെ തന്നെ ഫണ്ടിങ്ങും അവരുടെ കയ്യിലുണ്ട്. ഈ പ്രാവശ്യം അവരെന്നാ ചെയ്തത്, ഇന്ത്യൻ ODI വിക്കറ്റ് കീപ്പറായ KL രാഹുലിനെ പുറത്താക്കിക്കൊണ്ട് ഇന്ത്യൻ ടെസ്റ്റ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തിനെ ടീമിലേക്ക് ചേർക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസിഷൻ അവർ ടീമിലെടുത്തു. വിക്കറ്റ് കീപ്പറായിട്ടല്ല ഋഷഭ് പന്തിനെ അവർ ടീമിലേക്ക് എടുത്തത്, അവർക്കൊരു ക്യാപ്റ്റനെ വേണമായിരുന്നു. അത് KL രാഹുൽ എന്ന ക്യാപ്റ്റനെ മാറ്റുമ്പോൾ അവർ യങ് ബ്ലഡായ ഒരു അഗ്രസീവ് ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ഒരു വിക്കറ്റ് കീപ്പർ, ബാറ്ററെ ആൻഡ് ഒരു ക്യാപ്റ്റനെ അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ പൊന്നു വില കൊടുത്ത് ഏകദേശം 27 കോടി രൂപ എന്ന IPL ഏറ്റവും വലിയ ഉയർന്ന തുക കൊടുത്ത് ഋഷഭ് പന്തിനെ അവർ ടീമിലേക്ക് സ്വന്തമാക്കുന്നു. എന്നാൽ ഋഷഭ് പന്തിൻ്റെ IPL പെർഫോമൻസ് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ആവറേജ് ഏകദേശം 40.55, സ്ട്രൈക്ക് റേറ്റ് 155.40. വാവ് എന്ന് പറയത്തക്ക ഒരു വലിയൊരു പെർഫോമൻസും വലിയൊരു സ്ട്രൈക്ക് റേറ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന എല്ലാ പ്ലേയേഴ്സിൻ്റെയും നമ്പർ 5, നമ്പർ 6 വരെയുള്ള പ്ലേയേഴ്സിൻ്റെ സ്ട്രൈക്ക് റേറ്റ് നമ്മൾ പരിശോധിക്കും 170 to 180 ആണ്. എന്നാൽ ഋഷഭ് പന്തിന് 2024 ശേഷം ഇന്ത്യയുടെ 2020 കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണമെന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ 2024 വേൾഡ് കപ്പിൽ ഋഷഭ് പന്തിൻ്റെ നമ്പർ 3 പൊസിഷനിലാണ് കളിപ്പിച്ചത്. ഇന്ത്യ അവിടെ കപ്പടിച്ചു. എന്നാൽ ഋഷഭ് പന്തിൻ്റെ പെർഫോമൻസ് അവിടെ പരിശോധിക്കുകയാണെങ്കിൽ ആവറേജ് 24.42 റൺസും സ്ട്രൈക്ക് റേറ്റ് 127.61 ആണ്. ഒരു 27 കോടി രൂപയുടെ പെർഫോമൻസ് ആയിരുന്നു ഋഷഭ് പന്തിൻ്റെ അതിലുള്ളതെന്ന് നോക്കിയാൽ അല്ലായിരുന്നു. നമ്മളെല്ലാവരും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഒരു ആക്സിഡൻറ്റിന് ശേഷം പിന്നെ ടീമിലേക്ക് വരുന്നു. പാകിസ്ഥാനെതിരെ ഭേദപ്പെട്ട ഒരു 40 റൺസ് കളിക്കുന്നു. ബാക്കിയുള്ള മാച്ചിലെല്ലാം പുള്ളിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ ദയനീയമായിരുന്നു. എന്നാൽ ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, റെഡ് ബോളിൽ ഋഷഭ് പന്ത് പോലെ ഒരു ക്രിക്കറ്റർ ഇല്ല. എനിക്ക് ഋഷഭ് പന്തിനെയും ബെൻ ഡക്കറ്റിനെയുമാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇഷ്ടം. നമുക്കൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റ് ചിലപ്പോൾ ഒരു അരോചകമായും ബോറായൊക്കെ തോന്നാം. കുട്ടി കളിക്കുന്ന ഒരു ക്രിക്കറ്റിനെ അതൊരു വേറെ ശൈലിയിലേക്ക് മാറ്റിയ പ്ലെയറിൽ സേവാങ്കിനെ കൂട്ടും ഒക്കെ ഒരു പ്ലെയറാണ് ഋഷഭ് പന്തും ബെൻ ഡക്കറ്റും. ആദ്യ ബോൾ മുതൽ അവസാനം വരെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ഒരാളാണ് ഋഷഭ് പന്ത്. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും, ഇന്ത്യൻ ടീമിലായാലും ഇന്ത്യൻ മാനേജ്മെൻറ്റ് ആർക്കും റെഡ് ബോൾ ക്രിക്കറ്റിൽ ഋഷഭ് പന്തിൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു സംശയമില്ല. എന്നാൽ LSGയുടെ മാനേജ്മെൻറ്റിന് ഉറപ്പായിരുന്നു ഋഷഭ് പന്തിന് ടീമിന് ചിലതൊക്കെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് അവർ പൊന്നും വില കൊടുത്ത് ടീമിലേക്ക് ചേർത്തു ഋഷഭ് പന്തിനെ. ആ ഋഷഭ് പന്തിന് വൈറ്റ് ബോളിൽ കൂടുതൽ പെർഫോമൻസ് ചെയ്ത് LSG എന്ന മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസത്തെ കാക്കാൻ ഋഷഭ് പന്തിന് കഴിയട്ടെ. നല്ല പെർഫോമൻസ് ഋഷഭ് പന്ത് നല്ല കാഴ്ച വെച്ചാൽ മാത്രമേ ഈ ടീമിന് മുമ്പോട്ട് പോകാൻ കഴിയൂ. രണ്ടാമത്തെ അവരുടെ കീ പ്ലെയർ സെലക്ഷൻ നോക്കുകയാണെങ്കിൽ നിക്കോളാസ് പൂരനാണ്. നിക്കോളാസ് പൂരൻ എന്ന് പറയുന്ന ഒരു വെടിക്കെട്ട് ബാറ്ററെ സംബന്ധിച്ചിടത്തോളം, വെടിക്കെട്ട് കീപ്പറെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിൻ്റെ ഒരു നിഴൽ പോലും അവശേഷിക്കുന്നില്ല. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പുള്ളി പെർഫോമൻസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയമില്ല. പുള്ളിയുടെ ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 40 ആണ് പുള്ളിയുടെ ആവറേജ്. പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ് പരിശോധിക്കുമ്പോൾ 157 പുള്ളിയുടെ സ്ട്രൈക്ക് റേറ്റ്. പുള്ളി 50 പരിശോധിക്കുകയാണെങ്കിൽ 15 50 ഏകദേശം 74 ഇന്നിങ്സിൽ നിന്ന് പുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം 250 പ്ലസ് റൺസും പുള്ളിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ലൊരു ചോയ്സ് ആയിരിക്കും ആ നമ്പർ 3 നമ്പർ 4 കളിക്കുന്ന ഒരു ബാറ്റർ ആയിരിക്കും നിക്കോളാസ് പൂരൻ. ടീമിന് വേണ്ടി ടീമിനെ ഏതൊരു പൊസിഷനിലും ഏതൊരു നിലയിലും നല്ലൊരു സേഫിലോട്ടും ടീമിനെ ഒരു നല്ല ഒരു ബാലൻസിങ് സൈഡ് തന്നെ ആയിരിക്കും. നല്ലൊരു അഗ്രസീവ് ക്രിക്കറ്റ് കളിക്കാൻ നിക്കോളാസ് പൂരനെ സംബന്ധിച്ചിടത്തോളം. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പരിക്കുകളോ പുള്ളി ഫിറ്റായിട്ട് കളിക്കുവാണെങ്കിൽ മിച്ചൽ മാഷ് എന്നൊരു പ്ലെയർ ആ ടീമിന് കൊടുക്കുന്ന ഒരു ബൂസ്റ്റ്
വേറെ ആർക്കും കൊടുക്കാൻ കഴിയത്തില്ല. ഏകദേശം 2 ഓവറോളം ബോൾ ചെയ്യാൻ കഴിയും. ബാറ്റിങ്ങിൽ ഏത് പൊസിഷനിൽ നമ്പർ 1-ലോ നമ്പർ 2-ലോ നമ്പർ 3-ലോ നമ്പർ 4-ലോ ഏത് പൊസിഷനിലും കളിപ്പിക്കാൻ മിച്ചൽ മാർഷ് എന്ന വ്യക്തിയെ കൊണ്ടാകും. എന്നാൽ പുള്ളിയെ സംബന്ധിച്ചുള്ള നമുക്കറിയാം BGTയിൽ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അതിനുശേഷം ഇഞ്ചുറി ആയി ടീമിൽ നിന്ന് പുറത്തു പോകുന്നു. ശ്രീലങ്കയിൽ നടന്ന ടെസ്റ്റ് സീരീസിൽ പോലും മിച്ചൽ മാർഷ് കളിക്കുന്നില്ല. പിന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലോട്ടുള്ള ടീമിലും പുള്ളി സെലക്ട് ആവുന്നില്ല. പുള്ളിയെ സംബന്ധിച്ചുള്ള ഇഞ്ചുറി കൺസേൺ ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യം ഫുള്ളി ഫിറ്റ് ആണെങ്കിൽ LSGക്ക് ഇതിൽ പരം നല്ലൊരു ചോയ്സ് കിട്ടാനില്ലെന്ന് തന്നെ പറയുന്നത്. ഏറ്റവും നല്ലൊരു പ്ലെയറാണ്. നമ്പർ 1-ഓ നമ്പർ 2-ഓ നമ്പർ 3-ഓ ഏത് പൊസിഷനിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ച് നല്ല ഒരു ബാറ്റർ തന്നെയാണ് മിച്ചൽ മാർഷ്. മൂന്നാമത് നമ്മളോട് പരിശോധിക്കുകയാണെങ്കിൽ നോക്കേണ്ട ഡേവിഡ് മില്ലർ. നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ടു, ന്യൂസിലാൻഡിനെതിരെ നടന്ന സെമി ഫൈനലിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി ടീമിനെ വിജയത്തിന്റെ അടുത്തേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു. ഏകദേശം 50 റൺസിനോളമാണ് സൗത്ത് ആഫ്രിക്ക അവിടെ പരാജയപ്പെട്ടത്. ബാബു മേയോ, ഡ്യൂസനോ, മാക്രമോ, കാൽസനോ ആരെങ്കിലും ഒരാൾ അവിടെ കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആ മാച്ചിന്റെ റിസൾട്ട് വേറെ ഒന്നായി പോയത്. ചിലപ്പോൾ ഇന്ത്യക്കെതിരെ രണ്ടാമത് 2020ക്ക് ശേഷം 50 ഓവറിലും രണ്ടാമത്തെ ഫൈനൽ കളിക്കാൻ സൗത്ത് ആഫ്രിക്ക ഒരു ചാൻസ് കിട്ടിയത്. എന്നാൽ മില്ലറിന്റെ ഒറ്റയാൾ പോരാട്ടം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞില്ല. പുള്ളി നല്ലൊരു ഫോമിലാണ്. LSGയെ സംബന്ധിച്ചുള്ള നമ്പർ 6 നമ്പർ 5 അവരുടെ ഒരു കൺസേൺ തന്നെയായിരുന്നു. മിക്കുള്ള കളിയിൽ അവർക്ക് ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു നല്ലൊരു ചേസർ അവരുടെ ഭാഗത്തില്ലായിരുന്നു. നല്ലൊരു ബിഗ് ഹിറ്റർ അവരുടെ ഭാഗത്തില്ലായിരുന്നു. എന്നാൽ മില്ലറെ ടീമിലേക്ക് ചേർത്തത് കാരണം ആ ഒരു കുറവ് എന്തായാലും അവർ നികത്തിയെന്ന് പറയണം. ഏറ്റവും നല്ലൊരു ചോയ്സാണ്. നല്ലൊരു പവർ ഹിറ്ററാണ്. മാച്ചിന് ഏത് സമയം ആ ടീമിൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ പരിശോധിക്കേണ്ടത് ഒരു ചെറിയ മനുഷ്യനെ കുറിച്ചാണ്. ആയുഷ് ബഡോണി എന്ന് പറഞ്ഞൊരു ചെറിയ മനുഷ്യൻ. എന്നാൽ ചെറിയ മനുഷ്യൻ അടിക്കുന്ന സിക്സുകളുടെയൊക്കെ ഭംഗി കാണുമ്പോഴത്തേന് ആ സിക്സുകളുടെയൊക്കെ മീറ്ററിൽ പരിശോധിക്കുമ്പോൾ ഈ മനുഷ്യൻ തന്നെയാണോ, ഈ കൊച്ചു മനുഷ്യൻ തന്നെയാണോ അടിച്ചതെന്നൊരു തോന്നലൊക്കെ വരും. അത്ര മനോഹരമായി സിക്സുകളൊക്കെ അടിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ആയുഷ് ബഡോണി എന്ന് പറഞ്ഞൊരു മനോഹരമായ ഒരു ഹിറ്ററാണ്. നമ്പർ 6-ലോ നമ്പർ 7-ലോ എന്തുകൊണ്ടും കളിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ആയുഷ് ബഡോണി. പിന്നെ നമ്മളവിടെ പരിശോധിക്കേണ്ടത് 7ാം നമ്പർ പ്ലെയർ ഷഹബാസ് അഹമ്മദ് എന്ന് പറയുമ്പോൾ കുർണൽ പാണ്ഡ്യയ്ക്ക് പകരക്കാരനായിട്ട് വന്ന ഒരാളാണ്. ഒരു ഇടത്തെ കയ്യൻ ഓൾറൗണ്ടർ സ്പിൻ ബോളറാണ്. എന്തുകൊണ്ട് മുസ്താഖ് അലി ട്രോഫിയിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പുള്ളിക്കായി. 9 മത്സരത്തിൽ നിന്ന് 7 വിക്കറ്റോളം പുള്ളിക്ക് അവിടെ എടുക്കാൻ കഴിഞ്ഞു. ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട നിലയിൽ അവിടെ പെർഫോമൻസ് ചെയ്യാൻ കഴിഞ്ഞു. എന്തായാലും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റോളായിരിക്കും ടീമിൽ പുള്ളി കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ഓൾറൗണ്ടറാണ്, ഒരു സ്പിൻ ബോളറും കൂടെയാണ്, ഒരു ലെഫ്റ്റ് ഹാൻഡഡ് സ്പിന്നറാണ്. നല്ലൊരു പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്തു നിന്നും കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അവിടെ പരിശോധിക്കേണ്ടത് രവി വിഷ്ണോയ് എന്ന് പറഞ്ഞ ഇന്ത്യൻ സ്പിന്നറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗൂഗിൾ എറിയാൻ വളരെ കഴിവുള്ള ഒരു ബോളറാണ്. പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് ബാറ്റർക്കെതിരെ ഗൂഗിൾ എറിഞ്ഞ് അവരുടെ വിക്കറ്റ് എടുക്കാനും സ്റ്റമ്പ് തെറിപ്പിക്കാനും LBW ആക്കാനും കഴിവുള്ള ഒരു പ്ലെയറാണ് രവി വിഷ്ണോയ്. അവരുടെ സ്പിൻ കുന്തമുനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് രവി വിഷ്ണോയ്ക്കും ഷഹബാസ് അഹമ്മദിനും ആയിരിക്കും. പിന്നെ പരിശോധിക്കേണ്ട അവേഷ് ഖാനെ സംബന്ധിച്ചുള്ള ഒരു IPL പ്ലെയറാണ്. IPL ഉടനീളം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവേഷ് ഖാനായിട്ടുണ്ട്. അതേ പെർഫോമൻസ് ഈ പ്രാവശ്യവും LSGക്ക് വേണ്ടി ചെയ്യാൻ അവേഷ് ഖാന് കഴിയട്ടെ. പിന്നെ പരിശോധിക്കുമ്പോൾ 11 കോടി കൊടുത്ത് LSG സ്വന്തമാക്കിയ പ്ലെയറാണ്. എത്രമാത്രം പെർഫോമൻസ് ടീമിന് വേണ്ടി പുള്ളിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ചോദ്യചിഹ്നമാണ്. അതെ, മയങ്ക് യാദവ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ഫാസ്റ്റ് ബോളിംഗ് സെൻസേഷൻ എന്ന് എല്ലാവരും വാഴ്ത്തിപ്പാടിയ വ്യക്തി RCBക്കെതിരെ കളിച്ച മത്സരത്തിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ പുള്ളിക്കായി. പക്ഷേ തുടർന്നുള്ള മത്സരങ്ങളിൽ ഇഞ്ചുറി കാരണം പുറത്തേക്ക് പോകുന്നു, പിന്നെ ടീമിലേക്ക് വരുന്നു. സ്ഥിരതയില്ലായ്മ. ഈ സീരീസിലും പുള്ളി ടീമിനോടൊപ്പം എപ്പം ചേരുമെന്നുള്ള കാര്യത്തിൽ പോലും സംശയമുണ്ട്. പകുതിയോളമേ ടീമിനൊപ്പം ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെയും പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ബോളർ മോസിൻ ഖാൻ, അതും ഒരു ഫാസ്റ്റ് ബോളിംഗ് സെൻസേഷൻ തന്നെയാണ്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പെർഫോമൻസ് ടീമിന് വേണ്ടി കാഴ്ചവെക്കാൻ ഈ പ്രാവശ്യം മോസിൻ ഖാനും കഴിയട്ടെ. പ്രത്യേകിച്ച് വിദേശ ബാറ്റ്സ്മാൻമാരും ഇന്ത്യൻ ബോളർമാരും തമ്മിലുള്ള മത്സരമായിരിക്കും. കൂടുതൽ പരിശോധിക്കുമ്പോൾ ആയുഷ് ബഡോണിയും ഋഷഭ് പന്ത് മാത്രമേ ഉള്ളൂ ബാറ്ററായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേന് പ്രധാന 11-ൽ വരാൻ ചാൻസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതെല്ലാം ഓൾറൗണ്ടർമാരാണ്. ആയുഷ് ബഡോണി ആയാലും ഷഹബാസ് അഹമ്മദ് ആയാലും ബാക്കിയെല്ലാം ഓൾറൗണ്ടർമാരും ബാക്കി ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരുമാണ്. ആവേഷ് ഖാൻ ആയാലും മയങ്ക് യാദവ് ആയാലും മോസിൻ ഖാനെ പോയിട്ടുള്ള ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാരും തമ്മിലുള്ള മത്സരമായിരിക്കും. ഈ മത്സരത്തിൽ എന്തായാലും ഋഷഭ് പന്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. 27 കോടി രൂപ കൊടുത്തതിന് ഋഷഭ് പന്ത് എന്തായാലും ടീമിന് തിരിച്ച്
ഒരു പ്രതിഫലം കൊടുക്കാൻ കഴിയട്ടെ. പ്രത്യേകിച്ച് മിച്ചൽ മാഷിൻ്റെയും ആദം മാക്രാത്തിൻ്റെയും നിക്ലാസ് പൂരൻ്റെയും ഡേവിഡ് മില്ലറിൻ്റെയൊക്കെ പെർഫോമൻസ് ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഈ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ വരുന്ന 4 ബാറ്റർക്ക് കഴിയുമെന്നാണ് ഞാൻ തീർച്ചയായും കരുതുന്നത്.